സെഷൻ. അപ്പൊ നമുക്ക് ഇന്ന് മൂന്നാമത്തെ ക്ലാസ് ആണ്. അതുകൂടാതെ നമുക്ക് അടുത്ത ജൂലൈ 21 ചാന്ദ്രദിനം വരികയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ ക്വിസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ വേറെ തന്നെ ഇടുന്നുണ്ട്. അത് നിങ്ങൾക്ക് കൂട്ടുകാർക്ക് വേണം കാണാം. അപ്പം ഈ 10 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്ലാഗ് എന്ന അസുഖമാണ്. പ്ലാഗ് പരത്തുന്ന ജീവി. ഉത്തരം എലിച്ചെള്ള്. പ്ലാഗ് പരത്തുന്ന ജീവി. ഉത്തരം എലിച്ചെള്ള്. ഏറ്റവും ഭാരം കൂടിയ ലോഹം. ഏറ്റവും ഭാരം കൂടിയ ലോഹം. ഉത്തരം ഓസ്മിയം. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഹൈഡ്രജൻ. ഹൈഡ്രജന് ഭാരം കുറഞ്ഞതുകൊണ്ടാണ് ഹൈഡ്രജൻ ബലൂൺ മുകളിലോട്ട് പൊങ്ങി പോകുന്നത്. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം. ഉത്തരം ബുധൻ. വിനാഗിരിയുടെ രാസനാമം. വിനാഗിരിയുടെ രാസനാമം. ഉത്തരം അസറ്റിക് ആസിഡ്. ഇന്ത്യയുടെ നാഷണൽ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യയുടെ നാഷണൽ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം കൊൽക്കത്ത. രാജ്യാന്തര യോഗാ ദിനം എന്നാണ്? രാജ്യാന്തര യോഗാ ദിനം എന്നാണ്? ജൂൺ 21. മീശപ്പുലിമല കേരളത്തിലെ ഏത് ജില്ലയിലാണ്? മീശപ്പുലിമല കേരളത്തിലെ ഏതു ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി. സൗരയൂഥത്തിലെ ഏതു ഗ്രഹത്തെയാണ് പ്രഭാത നക്ഷത്രം എന്ന് വിളിക്കുന്നത്? ഉത്തരം ശുക്രൻ. സൗരയൂഥത്തിലെ ഏത് ഗ്രഹത്തെയാണ് പ്രഭാത നക്ഷത്രം എന്ന് വിളിക്കുന്നത്? ശുക്രൻ. അസ്വാൻ അണക്കെട്ട് ഏതു രാജ്യത്താണ്? അസ്വാൻ അണക്കെട്ട് ഏത് രാജ്യത്താണ്? ഉത്തരം ഈജിപ്ത്. അസ്വാൻ അണക്കെട്ട് ഏത് രാജ്യത്താണ്? ഉത്തരം ഈജിപ്ത്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പം നിങ്ങൾ കമന്റ്സ് ഒക്കെ ഇടണം. കാരണം എന്ന് വെച്ചാൽ വല്ല അഭിപ്രായം ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വരുത്തണമെങ്കിൽ ക്ലാസ്സിൽ ഉൾപ്പെടുത്തണമെങ്കിൽ നിങ്ങളെ കമന്റ്സും കൂടി ആവശ്യമുണ്ട്. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.